ഹെബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം. അതിനാൽ നമുക്കു ചുറ്റും സാക്ഷികളുടെ വലിയ കൂട്ടമുള്ളതിനാൽ സർവഭാരവും നമ്മെ കുടുക്കുന്ന പാപവും നമുക്ക് നീക്കിക്കളയാം. നമ്മുടെ മുൻപിലുള്ള ഈ ഓട്ടം സഹനശക്തിയോടെ നമുക്ക് ഓടിത്തീർക്കാം. നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും അത് പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. അവൻ തൻ്റെ മുമ്പിലുണ്ടായിരുന്ന സന്തോഷത്തിൻ്റെ സ്ഥാനത്ത് അപമാനം വകവയ്ക്കാതെ കുരിശ് സഹനശക്തിയോടെ സ്വീകരിച്ചു. ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി. ആകയാൽ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി പാപികളിൽ നിന്ന് തനിക്കെതിരെ ഇത്രയധികം എതിർപ്പുകൾ സഹിച്ചവനെക്കുറിച്ച് ചിന്തിക്കുവിൻ. പാപത്തിനെതിരായുള്ള പോരാട്ടത്തിൽ നിങ്ങൾക്ക് ഇനിയും രക്തം ചൊരിയേണ്ടി വന്നിട്ടില്ല. നിങ്ങളെ പുത്രന്മാരെന്ന് അഭിസംബോധനം ചെയ്തുകൊണ്ടുള്ള ആ ഉപദേശം നിങ്ങൾ മറന്നുപോയോ? എൻ്റെ മകനെ, കർത്താവിൻ്റെ ശിക്ഷണം നീ നിസാരമാക്കരുത്. അവൻ ശാസിക്കുമ്പോൾ നീ നഷ്ടധൈര്യനാകയുമരുത്. കാരണം താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു. മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. ശിക്ഷണത്തിനു വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്. മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു. പിതാവ് ശിക്ഷിക്കാത്ത ഏതു മകനാണുള്ളത്? എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്കും ലഭിക്കാതിരുന്നാൽ നിങ്ങൾ മക്കളല്ല, ജാരസന്തതികളാണ്. ഇതിനു പുറമെ നമ്മെ തിരുത്തുന്നതിന് നമുക്ക് ശാരീരിക പിതാക്കന്മാരുണ്ടായിരുന്നു. നാം അവരെ ബഹുമാനിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ നാം ആത്മാക്കളുടെ പിതാവിന് വിധേയരാകേണ്ടതും ജീവിക്കേണ്ടതുമല്ലേ? അവർ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കുറച്ചു സമയം നമ്മെ പരിശീലിപ്പിക്കുന്നു. എന്നാൽ ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്കും തൻ്റെ പരിശുദ്ധിയിൽ നാം പങ്കുചേരുന്നതിനും വേണ്ടിയാണ്. എല്ലാ ശിക്ഷണവും സന്തോഷപ്രദമെന്നതിനേക്കാൾ വേദനാജനകമായി തത്കാലത്തേക്ക് തോന്നുന്നു. എന്നാൽ അതിൽ പരിശീലിപ്പിക്കപ്പെട്ടവർക്ക് പിന്നീട് നീതിയുടെ സമാധാനപൂർവകമായ ഫലം തിരിച്ചു കിട്ടുന്നു. അതിനാൽ ദുർബലമായ കൈകളും തളർന്ന കാൽമുട്ടുകളും ശക്തിപ്പെടുത്തുവിൻ. മുടന്തുള്ള പാദങ്ങൾ സന്ധി വിട്ട് ഇടറിപ്പോകാതെ സുഖപ്പെടാൻ തക്കവിധം അവയ്ക്ക് നേർവഴികൾ ഒരുക്കുവിൻ. എല്ലാവരുമായും സമാധാനവും വിശുദ്ധിയും കാത്തുസൂക്ഷിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആരും കർത്താവിനെ ദർശിക്കുകയില്ല. ആരും ദൈവകൃപയിൽ കുറവുള്ളവരാകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. കയ്പിൻ്റെ വേര് വളർന്ന് ശല്യം ചെയ്യാതിരിക്കാനും അതുവഴി അനേകർ ദുഷിപ്പിക്കപ്പെടാതിരിക്കാനും സൂക്ഷിക്കുവിൻ. ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി തൻ്റെ കടിഞ്ഞൂൽപുത്രസ്ഥാനം വിറ്റ ഏസാവിനെ പോലെ ആരും അസാൻമാർഗിയോ അധാർമികനോ ആകരുത്. പിന്നീട് അനുഗ്രഹം അവകാശപ്പെടുത്താൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. യാതനയോടെ പ്രയത്നിച്ച് അവൻ അത് നേടിയെങ്കിലും മനസാന്തരത്തിന് ഇടം കണ്ടെത്തിയില്ല. നിങ്ങൾ സമീപിക്കുന്നത് സ്പർശിക്കാവുന്ന ഒന്നിനെയോ എരിയുന്ന അഗ്നിയെയോ അന്ധകാരത്തെയോ കാർമേഘത്തെയോ ചുഴലിക്കാറ്റിനെയോ കാഹളധ്വനിയെയോ ഇനി അരുതേ എന്ന് കേട്ടവരെ കൊണ്ട് പറയിക്കുന്ന വാക്കുകളുടെ ശബ്ദത്തെയോ അല്ല. മലയെ സ്പർശിക്കുന്നത് ഒരു മൃഗമാണെങ്കിൽ പോലും അതിനെ കല്ലെറിയണം എന്ന കൽപ്പന അവർക്ക് ദുസ്സഹമായിരുന്നു. ഞാൻ ഭയം കൊണ്ട് വിറയ്ക്കുന്നു എന്ന് മോശ പറയത്തക്ക വിധം അത്ര ഭയങ്കരമായിരുന്നു ആ കാഴ്ച. എന്നാൽ നിങ്ങൾ വന്നിരിക്കുന്നത് സിയോൻ മലയിലേക്കും ജീവിക്കുന്ന ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ ജെറുസലേമിലേക്കും അസംഖ്യം ദൂതവൃന്ദങ്ങളിലേക്കും സാഘോഷ സദസ്സിലേക്കും സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദ്യജാതരുടെ സമൂഹത്തിലേക്കും സഭയിലേക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപൻ്റെ മുൻപിലേക്കും പരിപൂർണരാക്കപ്പെട്ട നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുത്തേക്കും പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുവിലേക്കും ആബേലിൻ്റേതിനേക്കാൾ ശ്രേഷ്ഠമായി സംസാരിക്കുന്ന തളിക്കപ്പെട്ട രക്തത്തിലേക്കുമാണ്. സംസാരിച്ചു കൊണ്ടിരിക്കുന്നവനെ നിരസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഭൂമിയിൽ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയവനെ നിരസിച്ചവർ രക്ഷപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് നമ്മോട് സംസാരിച്ചവനെ നാം തിരസ്കരിച്ചാൽ രക്ഷപ്പെടുക അതിലും കൂടുതൽ പ്രയാസകരമാണ്. അന്ന് അവൻ്റെ സ്വരം ഭൂമിയെ ഇളക്കി. എന്നാൽ ഇനിയും ഒരിക്കൽ കൂടി ഞാൻ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇനിയും ഒരിക്കൽ കൂടി എന്നത് സൂചിപ്പിക്കുന്നത് ഇളക്കപ്പെട്ടവ
സൃഷ്ടിക്കപ്പെട്ടവ നീക്കം ചെയ്യപ്പെടുമെന്നാണ്. ഇളക്കപ്പെടാതിരിക്കേണ്ടവ നിലനിൽക്കാൻ വേണ്ടിയാണിത്. ആകയാൽ സുസ്ഥിരമായ ഒരു രാജ്യം ലഭിക്കുന്നതുകൊണ്ട് നമുക്ക് കൃതജ്ഞതയുള്ളവരായിരിക്കാം. അങ്ങനെ ഭയഭക്ത്യാദരങ്ങളോടെ ദൈവത്തിന് സ്വീകാര്യമായ വിധം ആരാധനയർപ്പിക്കാം. കാരണം നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്.